നിങ്ങൾ ഒത്തിരി നേരം ഇരിക്കുന്നവരാണ് എങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് വെരിക്കോസ് വെയിൻ പണ്ട് കാലഘട്ടങ്ങളിൽ ട്രാഫിക് പോലീസിനും ടീച്ചേഴ്സിനുമാണ്. പക്ഷേ ഇതിൻ്റെ ബേസിക് കാരണം കുറേ നേരം നിൽക്കുന്നവർക്കാന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ വരുന്ന വെരിക്കോസ് ഒത്തിരി പേര് അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് വെരിക്കോസ് വെയിൻ. ഇപ്പോഴത്തെ കാലഘട്ടത്തിൽ അത് വളരെ വളരെ കോമൺ ആണ്. അതിന് ഒത്തിരി കാരണങ്ങളുണ്ട്. അതായത് ഈ വീനസ് ഇൻസഫിഷ്യൻസി വരുന്നത് നമ്മളുടെ കുറേ നേരം നിൽക്കുന്നവർക്കാന്ന് പറയുന്നത് ഇപ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന വെരിക്കോസ് വെയിൻ പണ്ട് കാലഘട്ടങ്ങളിൽ കണ്ടുകൊണ്ടിരുന്നത് ട്രാഫിക് പോലീസിനും അതുപോലെ തന്നെ ടീച്ചേഴ്സിനുമാണ്. കാരണം ഏറ്റവും കൂടുതൽ ലോങ് സ്റ്റാൻഡിങ് ഉള്ളവർക്ക് ആ പൂളിംഗ് ഓഫ് ബ്ലഡ് വന്നിട്ട് അവർക്ക് പ്രോപ്പറായിട്ടൊരു ബ്ലഡ് സർക്കുലേഷൻ മുകളിലേക്കില്ല. ആ വാൽവിൻ്റെ സ്ട്രെങ്ത് കുറയുന്നതാണ്. അതായത് നമ്മുടെ ബ്ലഡ് പോകുന്ന ഇത് താഴത്തേക്ക് വരുന്നുണ്ട്, പക്ഷെ മുകളിലേക്ക് അത് റഷ് ചെയ്യുമ്പോൾ ആ വീനസ് ഇൻസഫിഷ്യൻസി വരുന്ന അല്ലെങ്കിൽ വാൽവിൻ്റെ സ്ട്രെങ്ത് കുറവുകൊണ്ട് വരുന്നൊരു കാര്യമാണ്. ഈ വാൽവിനെ സ്ട്രെങ്ത് ആക്കാനായിട്ടുള്ള കുറച്ച് സ്ട്രെങ്തനിങ് എക്സസൈസ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. പക്ഷേ ഇതിൻ്റെ ബേസിക് കാരണം നമുക്ക് മൂല കാരണത്തിനെ ട്രീറ്റ് ചെയ്യേണ്ടത്, അതായത് നമ്മൾക്ക് നല്ല മൂവ്മെൻറ്റ്, സാധാരണ രീതിയിലുള്ള ടിപ്സ് എന്താണ് നമുക്ക് ചെയ്യാൻ പറ്റുക. നിങ്ങൾ ഒത്തിരി നേരം ഇരിക്കുന്നവരാണെങ്കിൽ എന്ത് ചെയ്യണം? നിങ്ങൾ ഇടയ്ക്കിടയ്ക്ക് എല്ലാ 1 അവറിലും നിങ്ങൾ എഴുന്നേറ്റ് നന്നായിട്ട് മൂവ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. ഇനി പ്രായമായവരിലാണെങ്കിൽ അവർ ഏത് സമയവും കാല് താഴ്ത്തിയിട്ട് കൂടുതൽ നേരം ഇരുന്നുകൊണ്ടിരിക്കുകയാണെങ്കിൽ അവർ ചെയ്യേണ്ടത് അവരുടെ കാല് നേരെ ഒരു ടേബിളിൻ്റെ മുകളിലേക്ക് എടുത്തു വെക്കാനും, അതുപോലെ കിടക്കുന്ന സമയത്ത് 2 തലേണ വച്ചിട്ട് ആ കാലൊന്ന് കുറച്ച് മുകളിലേക്ക് വെച്ച് ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രോപ്പർ ആക്കുക എന്നുള്ളതാണ് വളരെ സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ചെയ്യേണ്ടത്. ഇനി മൂന്നാമത്തെ ഒരു കാര്യം എന്ന് പറയുന്ന ഡയറ്റാണ്. നമുക്ക് പോമഗ്രാനൈറ്റ്, അതുപോലെ തന്നെ ബീറ്റ്റൂട്ട്, ഇങ്ങനെയുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നിങ്ങളുടെ ദിനചര്യയിൽ ഉൾപ്പെടുത്തുക. അതുപോലെ പിണ്ടിയുടെ തോരൻ, കൊടപ്പൻ തോരൻ, ഇങ്ങനെയുള്ള ഫൈബർ റിച്ച് ആയിട്ട് നല്ലപോലെ നാരടങ്ങിയ അല്ലെങ്കിൽ നമ്മുടെ മില്ലറ്റ്സ്, ഇതൊക്കെ നിങ്ങളുടെ ദൈനംദിന ജീവിതത്തിലേക്ക് ആഡ് ചെയ്ത് നല്ല രീതിയിലുള്ള രക്തചംക്രമണം നിങ്ങളുടെ ശരീരത്തിൽ കൂട്ടിയെടുക്കുക. ഇതാണ് ഡയറ്റിൽ പറയുകയാണെങ്കിൽ. പിന്നെ പറയുകയാണെങ്കിൽ നിങ്ങളുടെ വീട്ടിലൊരു നല്ലൊരു തൈലോ അല്ലെങ്കിൽ എന്തെങ്കിലും കർപ്പൂരാദിയോ അല്ലെങ്കിൽ ധന്വന്തരോ ഒക്കെ വെച്ചിട്ട് നമ്മൾ നമ്മുടെ കാലിനെ റിവേഴ്സായിട്ട് പതുക്കൊന്ന് മസാജ് ചെയ്ത് കൊടുക്കുക. അതായത് നമ്മുടെ ആംഗിൾ ജോയിൻറ്റിൽ നിന്ന് മുകളിലേക്ക് പതുക്കെ ആംഗിൾ ജോയിൻറ്റ് തൊട്ട് മുട്ട് വരെ ചെയ്യുക. അതിനുശേഷം മുട്ടിൽ നിന്ന് തൊട വരെയായിട്ട് നമ്മളിങ്ങനെ റിവേഴ്സായിട്ട് മസാജ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്കൊരുവിധം ആ കാഫ് മസിൽസിനെയൊക്കെ നന്നായിട്ട് ഇതുപോലെ ഒന്ന് നമുക്ക് സ്വയം ചെയ്യാം. അല്ലെങ്കിൽ നമ്മുടെ വീട്ടുകാരെങ്കിലും ഹെൽപ്പ് ചെയ്യുവാണെങ്കിൽ അങ്ങനെ നമുക്ക് ചെയ്തു കഴിഞ്ഞാൽ ആ ബ്ലഡ് സർക്കുലേഷൻ ഒന്ന് പ്രോപ്പറായിട്ട് കിട്ടും. പിന്നെ വളരെ ഇമ്പോർട്ടൻ്റ്, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത് നമ്മൾ സ്ഥിരമായിട്ട് എക്സസൈസ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മളൊരു 20 മിനിറ്റ്സ് നമ്മൾക്ക് വേണ്ടിയിട്ട് മാറ്റി വയ്ക്കുക. ആ എക്സസൈസ് എന്തൊക്കെയാണെന്നുള്ളതാണ് ഞാൻ ഇനി കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ആദ്യത്തെ എക്സസൈസ് എന്ന് പറയുന്നത് പർവ്വതാസനയും ഭുജംഗാസനയും തമ്മിലുള്ളൊരു കോമ്പിനേഷനാണ്. അതൊന്ന് നമുക്ക് നോക്കാം. അപ്പം ആദ്യത്തെ യോഗ പോസ് എന്ന് പറയുന്നത് ഭുജംഗാസനയും പർവ്വതാസനയും. ഭുജംഗാസനം നമ്മൾ ലൈറ്റായിട്ട് ചെയ്താൽ മതി, പക്ഷെ പർവ്വതാസനയിൽ ഒരു ചെറിയ വേരിയേഷൻ ഞാൻ കാണിച്ചു തരാം. ആദ്യം തന്നെ 4 കാലിൽ നിന്ന് നമ്മൾ വളരെ ലൈറ്റായിട്ട് നമ്മളൊരു കോബ്ര പോസിലേക്ക് പോവുക. നമ്മൾ അവിടെ അത്ര മെയിൻറ്റെയിൻ ചെയ്തില്ലെങ്കിൽ കുഴപ്പമില്ല, പക്ഷെ നമ്മുടെ മെയിൻ ആയിട്ടുള്ള എക്സസൈസ് എന്ന് പറയുന്നത് ഈ പർവ്വതാസനയാണ്, അല്ലെങ്കിൽ മൗണ്ടൻ പോസാണ്. മൗണ്ടൻ പോസിൽ ചെന്നിട്ട് നമ്മൾ ചെയ്യുന്നത്, നമ്മൾക്ക് കാല് ഇതുപോലെ ഹീൽസ് ഡൗൺ ആക്കാൻ പറ്റാത്തവരാണെങ്കിൽ ഇപ്പം ഇങ്ങനെയാണെങ്കിൽ ഒരു ചെറുതായിട്ട് ഈ ഒരു കാലിനെ കുറച്ചും കൂടെ ഉള്ളിലേക്ക് വെക്കുക. ശേഷം നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ വളരെ പതുക്കെ ഇത് ഹീൽസ് ഒന്ന് അപ്പ് ചെയ്യുക. എന്നിട്ട് ഇതേപോലെ അപ്പ് ആൻഡ് ഡൗൺ എക്സസൈസ് ചെയ്യുക. 1 2 3 4 5. ഇനി അതിനുശേഷം നിങ്ങളുടെ ഹീൽസ് താഴെ വെച്ച് നമ്മൾ പതുക്കെ ഫോർലെഗ് പൊസിഷനിലേക്ക് വരിക. വീണ്ടും പർവ്വതാസനയിലേക്ക് പോവുക. ശേഷം 1 2 3 4 and 5. ഇതേപോലെ നമ്മൾ വേണമെങ്കിൽ നമുക്കൊരു 5 സെറ്റ് ഇതുപോലെ ചെയ്യാം. അപ്പോൾ ഈ ഭുജംഗാസന ജസ്റ്റ് ഒരു അത് നല്ലൊരു കോമ്പിനേഷൻ പൊസിഷൻ ആയതുകൊണ്ട് ഞാനത് കമ്പൈൻ ചെയ്തതാണ്. പക്ഷെ പർവ്വതാസനയിലുള്ള ഈ അപ്പ് ആൻഡ് ഡൗൺ മൂവ്മെൻ്റ് ആണ് നമ്മുടെ കാഫ് മസിൽസിലേക്ക് ബ്ലഡ് സർക്കുലേഷൻ ഇംപ്രൂവ് ചെയ്യാനായിട്ടുള്ള ഒരു എക്സസൈസ്. രണ്ടാമത്തെ പ്രധാനമായിട്ടുള്ള എക്സസൈസ് വാൾ സപ്പോർട്ടിങ് എക്സസൈസ് ആണ്. അതായത് നമ്മൾ മാറ്റിലോ ബെഡിലോ കിടന്നിട്ട് നമ്മുടെ കാല് 90 ഡിഗ്രിയിൽ വാളിലേക്ക് കയറ്റി വയ്ക്കുക. അപ്പോൾ അതെങ്ങനെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ നമ്മൾ വാളിലേക്ക് ചേർന്നിരിക്കുക, വളരെ ചേർന്നിരുന്നിട്ട്, അല്ലെങ്കിൽ ബെഡിലാണെങ്കിൽ നിങ്ങൾ ആ വാളിൻ്റെ അടുത്തേക്ക് ചേർന്നിരുന്നിട്ട്
വളരെ സാവധാനം നിങ്ങളുടെ കാലുകൾ 90 ഡിഗ്രിയിലാക്കി വെക്കുക, ചേർന്ന് വരിക. അതിനുശേഷം നിങ്ങളുടെ ടോസ് ഇൻ ഔട്ട്, ഇൻ ഔട്ട്, ഇൻ ഔട്ട് എന്നുള്ള രീതിയിൽ ഇത് ചെയ്യുക. അതിനുശേഷം വേണമെങ്കിൽ നിങ്ങൾക്ക് കാലുകൾ ഇതുപോലെ ബ്രിഡ്ജ് പോസ് എന്നുള്ള രീതിയിൽ നമുക്ക് വാൾ മൗണ്ടിങ് ബ്രിഡ്ജ് പോസ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് നിങ്ങളുടെ ശരീരം ഇതുപോലെ ലിഫ്റ്റ് ചെയ്യാം, അതേപോലെ തന്നെ തിരിച്ച് റിലാക്സ് ചെയ്യാം. എന്ത് വേണമെങ്കിലും നമുക്ക് വാളിൽ ചെയ്യാം. അതുപോലെ തന്നെ നമ്മളുടെ സ്പ്ലിറ്റ് ചെയ്യാം, ജസ്റ്റ് സ്പ്ലിറ്റ് ചെയ്ത് വയ്ക്കാം, അല്ലെങ്കിൽ നമ്മൾക്ക് ക്ലോസ് ലെഗ് വയ്ക്കാം. ഇതൊക്കെ ചെയ്യുന്ന വെച്ചാൽ ഇതെല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ബ്ലഡ് കൂടുതലും നമ്മളുടെ തിരിച്ചു വരാനായിട്ട് നമ്മളെ സഹായിക്കുന്നു. അപ്പം നിങ്ങൾ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് നിങ്ങളെ പഠിപ്പിക്കാനായിട്ട് ഇരുന്നത് ഈ 90 ഡിഗ്രി ഇൻ ആൻഡ് ഔട്ടാണ്. ഇത് ചെയ്യുക. പിന്നെ അഡ്വാൻസ് ആയിട്ട് ചെയ്യണം എന്നുള്ളവർക്ക് സ്പ്ലിറ്റ് ചെയ്യാം, ക്ലോസ് ലെഗ് ചെയ്യാം, അതേപോലെ തന്നെ ഈ വാൾ മൗണ്ടിങ് ബ്രിഡ്ജ് പോസും ചെയ്യാം. ഇതാണ് അതിൻ്റെ 3 വേറെ വെറൈറ്റീസ് വേണമെങ്കിൽ നിങ്ങൾക്ക് ചെയ്യാവുന്നത്. ഇനി വളരെ പ്രധാനമായിട്ടുള്ള ഒരു പൊസിഷൻ എന്ന് പറയുന്നത് നമ്മൾ വളരെ സാവധാനം തിരിച്ചു വന്നതിന് ശേഷം നമ്മൾ എഴുന്നേറ്റ് നിന്നിട്ടുള്ള പൊസിഷനാണ്. മൂന്നാമത്തെ ഒരു എക്സസൈസ് എന്ന് പറയുന്നത് നമ്മൾ വാളിലേക്ക് ഫേസ് ചെയ്തുകൊണ്ട് നമ്മുടെ ഹീൽസിനെ അപ്പ് ആൻഡ് ഡൗൺ ചെയ്യുന്നതാണ്. നമ്മൾ ഇങ്ങനെ വാൾ സപ്പോർട്ടോടുകൂടി ചെയ്യുമ്പോൾ നിങ്ങൾക്ക് കുറച്ചും കൂടെ ക്വാളിറ്റി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന മാത്രമല്ല, നമുക്ക് ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് വേറൊരു റീലിൽ ഞാനിങ്ങനെ നേരത്തെ ചെയ്തു തന്നിരുന്നു. അതായത് വെരിക്കോസിന് വേണ്ടിയിട്ട് ചെയ്യുമ്പോൾ കുറച്ചും കൂടി 1, 2 and 3 എന്ന് പറയുന്ന രീതിയിൽ ഒരു എക്സസൈസ് പറഞ്ഞു തന്നിരുന്നു. അത് ഒന്നുകൂടി കാണിക്കാം. അതായത് നമ്മൾ നന്നായിട്ട് റേസ് ചെയ്തു, ഒന്നുകൂടി റേസ് ചെയ്തു, അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ ഉള്ളൊരു ഗുണം എന്താണെന്ന് വെച്ചാൽ കാഫ് മസിൽസിൻ്റെ സ്ട്രെങ്ത് കൂടുകയും അതേപോലെ ബ്ലഡ് പമ്പിങ് നല്ല രീതിയിൽ വളരെ ക്വാളിറ്റിയോടുകൂടി നമുക്കത് കിട്ടുകയും ചെയ്യുന്നതാണ്. അതായത് ഒത്തിരി അപ്പ് ആൻഡ് ഡൗൺ ഇങ്ങനെ ചുമ്മാ ചെയ്യാതെ ചെയ്യുന്ന കാര്യങ്ങൾ വൃത്തിയായിട്ട് വളരെ കുറച്ച് നമ്പറിൽ നല്ല കറക്റ്റായിട്ട് ചെയ്യാം. അപ്പം ഞാനതൊന്ന് കാണിച്ചു തരാം. നമ്മൾ വാളിൽ കൈ വച്ചതിന് ശേഷം നമ്മൾ ഹീൽസ് അപ്പ് ചെയ്തു, ഒന്നുകൂടി ഒന്ന് നമ്മൾ റേസ് ചെയ്തു, അതിനുശേഷം വളരെ സാവധാനം എക്സേൽ എന്ന് പറഞ്ഞ് തിരിച്ച് നമ്മൾ ഫ്ലോറിലേക്ക് വരിക. ഒന്നുകൂടി ചെയ്യാം. അതായത് ഈ കാല് കംപ്ലീറ്റ്ലി നമ്മൾ ഫ്ലോറിലേക്ക് വയ്ക്കേണ്ട ആവശ്യമില്ല. നമ്മളൊരു 10 തവണ നമുക്കത് ചെയ്യാൻ പറ്റും. അപ്പം ഞാനിവിടെ ഒരു 3 തവണ നിങ്ങളെ കാണിച്ചു തരാം. അതായത് 1, 2 and exhale 3. ഞാൻ ഇത് കാല് മുട്ടിയിട്ടില്ല. 1, 2, exhale 2, 1, 2, exhale 3. അങ്ങനെ നിങ്ങൾക്ക് എത്ര തവണ വേണമെങ്കിലും ഇത് റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ 1, 2 എന്ന് പറയുമ്പോഴത്തേക്കും ആണ് ആ കാഫ് മസിൽസ് കുറച്ചും കൂടെ സ്ട്രോങ് ആവും, വാൽവിൻ്റെ ഒരു സ്ട്രെങ്ത് നമുക്ക് കൂട്ടാനായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഏറ്റവും അവസാനം കാണിച്ച ഈ എക്സസൈസ് ആണ് ഏറ്റവും പവർഫുൾ ആയിട്ടുള്ളത്. ഇത് ദിവസം നിങ്ങളൊരു ഈ വാൾ സപ്പോർട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും ചെയ്യാം. ഇത് ദിവസത്തിൽ ഒരു 3 തവണയെങ്കിലും നിങ്ങൾക്ക് വാൾ കാണുമ്പോഴൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്യാം. അതേപോലെ മറ്റൊരു എക്സസൈസ് എന്ന് പറയുന്നത് രാവിലെ എണീക്കുമ്പോഴും വൈകുന്നേരം നിങ്ങൾ കിടക്കാൻ പോകുമ്പോഴത്തേക്കും നിങ്ങൾക്ക് 2 തവണയായിട്ട് ചെയ്യാം. അപ്പോൾ ഈ 3 എക്സസൈസുകളും നല്ലപോലെ ഓർത്ത് കറക്റ്റായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നല്ല രീതിയിൽ ഡയറ്റ് നോക്കുക, അതുപോലെ ഞാൻ പറഞ്ഞ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ നന്നായിട്ട് ചെയ്യുക, അതേപോലെ ഈ എക്സസൈസും ചെയ്താൽ തീർച്ചയായിട്ടും നിങ്ങളുടെ വെരിക്കോസ് വെയിൻ നിങ്ങൾക്ക് റിവേഴ്സ് ചെയ്യാൻ പറ്റും.